ഇനിയുണ്ടോ കാലമേ ഇതുപോലുള്ള തീരാ ദുഃഖങ്ങൾ പങ്കുവെക്കാൻ? അവസാന ചുംബനങ്ങൾ തൻ്റെ പ്രിയതമൻ്റെ അടുത്തു നിന്നും ഏറ്റുവാങ്ങുമ്പോൾ അവൾ കരുതിയില്ല ഇനി എനിക്കിതൊരിക്കലും ലഭിക്കില്ല എന്നുള്ളത്. കേട്ടവരുടെ മനസ്സെല്ലാം മരവിച്ചു പോയ വാർത്ത തന്നെയായിരുന്നു കാശ്മീരിൽ നിന്നും പുറത്തു വന്നത്. വിനോദസഞ്ചാരികൾക്ക് നേരെ ഭീകരാക്രമണം ഉണ്ടായതിന് പിന്നാലെ നടന്നത്. വിവാഹം കഴിഞ്ഞിട്ട് വെറും 6 ദിവസം മാത്രമായിട്ടുള്ളൂ കൊച്ചിയിൽ നേവി ഉദ്യോഗസ്ഥനായ യുവാവും ഭാര്യയും അനുഭവിച്ചത്. അതിന് തൊട്ട് മുമ്പ് തന്നെ ഇവരുടെ സ്നേഹം പങ്കുവച്ചിരുന്നു, അത് പകർത്തിയിരുന്നു. ആ വേളയിൽ അവളുടെ കവിൾത്തടത്തിൽ അവൻ അവസാന ചുംബനങ്ങൾ അർപ്പിച്ചിരുന്നു. അതൊന്നും അവൾ അറിഞ്ഞില്ല. തൻ്റെ എല്ലാമായവൻ്റെ അവസാന ചുംബനങ്ങളാണിതെന്നുള്ളത്. തുടർന്ന് ഇത്തരം വാർത്തകൾക്ക് പിന്നിലൂടെ വർഗീയ വിദ്വേഷമുണ്ടാക്കുവാനാണ് പലരും ഇവിടെ ശ്രമിച്ചത്. മുസ്ലിമിനെയും സഹോദരങ്ങളായ ഹിന്ദുക്കളെയും തമ്മിലടിപ്പിക്കുവാൻ വേണ്ടി പലരും പല ഗൂഢനീക്കങ്ങളും ഇവിടെ അഴിച്ചുവിടാൻ ശ്രമിച്ചു. പക്ഷേ സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ എന്നുള്ള നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ്റെ ഒറ്റ കാരണത്താൽ തന്നെ ഇവിടെ വർഗീയ കലാപം ഉണ്ടാക്കുവാനുള്ള സർവരുടെയും ശ്രമങ്ങൾ പാളിപ്പോയി. ആദിൽ ഹുസൈൻ ഷാ അവിടെ കുതിര സവാരി ചെയ്യുന്ന ഒരാളാണ്. കുറേ കാലമായി കാശ്മീരികളുടെ വരുമാന മാർഗമായ വിനോദസഞ്ചാരത്തെ ഇത്തരം തീവ്രവാദ സംഘടനകളുടെ ഇടപെടൽ മൂലം തന്നെ ഇല്ലാതായിട്ട് അതിപ്പോൾ മെച്ചപ്പെട്ടു വരുമ്പോഴാണ് വീണ്ടും ഇത്തരത്തിൽ ഓരോ കാശ്മീരിയുടെയും വയറ്റത്തടിക്കുന്ന തരത്തിലുള്ള ഭീകരാക്രമണം അരങ്ങേറിയത്. ഇത് കേട്ടവർക്കാകെ വിഷമം തന്നെയാണ് ഉണ്ടാക്കിയത്. ഇവിടെ മുസ്ലിമിനോ ഹിന്ദുവിനോ യാതൊരുവിധ അഭിപ്രായ വ്യത്യാസങ്ങളുമില്ല. ആരും ആരുടെ മതനിയമങ്ങളെ തൊട്ടും ആചാരങ്ങളെ തൊട്ടും വിലക്കുന്നില്ല ചില വർഗീയവാദികൾ ഒഴികെ. ഞങ്ങളെല്ലാം സഹോദരന്മാരാണ്, ഇന്ത്യയുടെ ഈ മണ്ണിൽ പെറ്റുവീണ സഹോദരന്മാർ. അതുകൊണ്ട് തന്നെ ഞങ്ങളെ നിങ്ങൾക്ക് തകർക്കാനാകില്ല എന്നുള്ള മുദ്രാവാക്യം തന്നെയാണ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ നടത്തിയ പ്രതിഷേധ പ്രകടനം കണ്ടവർക്കാകെ മനസ്സിലായത്. എന്തിനു വേണ്ടി തീരാവേദനകൾ ഭൂമിയിൽ വിതക്കുന്നു ചിലർ? ഇതിൽ നിന്ന് എന്ത് ലാഭമാണ് നിങ്ങൾക്കുണ്ടാകുന്നത്? പാകിസ്ഥാനിൽ വർഷങ്ങളായി ഒട്ടേറെ യുദ്ധങ്ങളും പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടും ഇന്ത്യ സിന്ധു നദീ കരാറിൽ നിന്നും വിലക്കുകൾ ഏർപ്പെടുത്തിയില്ല. അത്തരത്തിലേക്ക് തന്നെ രാജ്യനിയന്ത്രണത്തെ എത്തിച്ച ഈ വർഗീയവാദികളെയെല്ലാം നിഷ്ഠൂരമായി കൊന്നു കളയുക തന്നെ ചെയ്യണം. കാരണം അവർ ഒട്ടേറെ ജീവനുകളെ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കി. ഇതിൽ കാശ്മീരിൽ കൊല്ലപ്പെട്ടതിൽ പി രാമചന്ദ്രൻ എന്ന കൊച്ചി സ്വദേശിയും ഉണ്ടായിരുന്നു. രാമചന്ദ്രനും മകൾ ആരതിയും കൂടെ നിൽക്കുമ്പോഴാണ് ഭീകരവാദികൾ വന്ന് കലിമയെക്കുറിച്ച് ചോദിക്കുന്നത്. എനിക്കറിയില്ല എന്ന് പറഞ്ഞ് രാമചന്ദ്രനെ അവർ വധിക്കുകയായിരുന്നു. ശേഷം കാട്ടിലേക്ക് ഓടിക്കയറിയ ആരതിയെ രക്ഷിച്ചെടുത്തതും മുസ്ലിമാണെന്നുള്ള കാര്യം യാതൊരു മടിയുമില്ലാതെയാണ് ആരതി പറഞ്ഞത്. മുസാഫിർ സമീർ എന്ന 2 സഹോദരങ്ങളെ എനിക്ക് കിട്ടിയെന്ന്. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങൾ സഹോദരങ്ങളാണ്. ഞങ്ങളെ ഓരോ കാരണത്താൽ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുന്ന നിങ്ങളാണ് ഈ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവർ.